Assalamualaikum guys, technics YouTube channel ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും HW7 Max അതുപോലെ HW67 പ്ലസ് എന്ന ഈ രണ്ട് മോഡൽ സ്മാർട്ട് വാച്ചിൻ്റെ ഒരു VS ചെയ്യുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഈ രണ്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഫുൾ അൺബോക്സിംഗ് നമ്മൾ ചാനൽ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൺബോക്സിംഗ് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളിൽ പോയി കാണാവുന്നതാണ്. ഫസ്റ്റ് നമുക്ക് HW7 Max നമുക്ക് പരിചയപ്പെടാം. ബോക്സാണ് കാണുന്നത്. HW7 Max എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ പേയ്മെൻറ്റിൻ്റെ ഹാർട്ട് റേറ്റ്, ക്ലോക്ക്, അതുപോലെ തന്നെ 128 MB ഫയലും കാര്യങ്ങളൊക്കെ സ്റ്റോറേജൊക്കെ വരുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു 1.99 ഇഞ്ച് ഡിസ്പ്ലേ എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാച്ചിൻ്റെ മെയിൻ പ്രത്യേകത ഫുൾ സ്ക്രീൻ വരുന്ന, അതായത് എഡ്ജൊക്കെ ഇറങ്ങിയ മോഡൽ 1.99 ഇഞ്ച് ഡിസ്പ്ലേ വരുന്ന ഒരു മോഡലാണ്. ഇനി മറുഭാഗത്ത് നോക്കുന്ന HW7 Max തന്നെയാണ്. അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് എന്നൊക്കെ എഴുതിയിട്ട് അപ്പോൾ തന്നെ വെയർ ഫിറ്റ് പ്രോൻ്റെ ആപ്ലിക്കേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദെൻ ഏറ്റവും ബാക്ക് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും മോഡൽ നെയിം എന്നുള്ളത് HW7 Max. അതുപോലെ തന്നെ ഒരു QR കോഡ് വെച്ചിട്ടുണ്ട്. then ഒരു വെയർ ഫിറ്റ് പ്രോൻ്റെ ഒരു ഐക്കണും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ കുറച്ച് കാര്യങ്ങൾ മേലെ എഴുതിയതായിട്ട് നമുക്ക് കാണാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് HW7 Max എന്ന ഒരു വാച്ചിൻ്റെ ബോക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ നമുക്ക് HW67 പ്ലസ്ക്ക് നടക്കുകയാണെങ്കിൽ ഇതാ നല്ലൊരു ബോക്സിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വെയർ ഫിറ്റ് പ്രോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാച്ചിൻ്റെ നെയിം അവർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് വാച്ചിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. സീരീസ് 7 ആണെന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാം ഒരു NFC ഓപ്ഷൻ വരുന്നത്. 1.9 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ്, BT കോളിങ്, വയർലെസ് ചാർജറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് വാച്ചും വയർലെസ് ചാർജിങ് വരുന്ന ഒരു കിടിലൻ മോഡൽസ് തന്നെയാണ്. അപ്പോൾ HW7 Maxനെ അപേക്ഷിച്ച് HW67 പ്ലസ് അത്രക്ക് ഫുൾ സ്ക്രീൻ അല്ല വരുന്നത്. HW67 പ്ലസിനെക്കാട്ടിലൊന്നുകൂടെ എഡ്ജ് ഇറങ്ങിയ മോഡലാണ് HW7 Max വന്നിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റും. ദെൻ ബാക്ക് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും QR കോഡ് ഐക്കോണും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് ഓപ്പൺ ആക്കി ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ടൈം നമുക്ക് HW7 Max ഓപ്പൺ ആക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസാണ് വന്നിരിക്കുന്നത്. രണ്ടിലും ഇതുപോലത്തെ ഇൻ്റർഫേസ് തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് ടൈം രണ്ട് ബോക്സിലായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, വെയർ ഫിറ്റ് പ്രോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ബോക്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുന്നു. ഓപ്പൺ ആകുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഡിവൈസ് വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇൻ്റർഫേസിൽ നമുക്കൊരു യൂസർ മാനുവൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ യൂസർ മാനുവലിൻ്റെ സഹായത്തിലൂടെ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സും കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം. ദെൻ നമുക്കൊരു സ്ട്രാപ്പാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള, അത്യാവശ്യം എന്ന് പറയേണ്ട നല്ലൊരു ബിൽഡ് ക്വാളിറ്റി വരുന്ന ഒരു സിലിക്കണിൻ്റെ സ്ട്രാപ്പാണ് നമുക്ക് വാച്ചിൻ്റെ കൂടെ ബോക്സിലൊക്കെ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ത്രൂ വയർലെസ് ചാർജറാണ്. നമുക്ക് സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഡിവൈസ് അതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു കേബിളും കൂടെയാണ് വന്നിരിക്കുന്നത്. ദെൻ ഇതാണ് നമ്മുടെ ഡിവൈസ് HW7 Max. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും സീരീസ് 7 വരുന്നത് സെയിം ആപ്പിൾ വാച്ചിൻ്റെ ഒരു ഡിസൈനിൽ സീരീസ് 7 വരുന്നൊരു കിഡിലെ മോഡൽ സ്മാർട്ട് വാച്ചാണ് HW7 Max. അപ്പോൾ നമുക്ക് VS ചെയ്യുമ്പോൾ അതിൻ്റെ ഡിഫറൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ പക്കയാണ്. സെയിം ആപ്പിൾ വാച്ച് സീരീസ് 7 ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, പിന്നെ ടോട്ടൽ അതിൻ്റെ ഒരു ബോഡീനെ കുറിച്ച് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വാച്ചിൻ്റെ ബോഡീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടലി നമുക്ക് അടിപൊളിയായിട്ട് വരുന്നൊരു ബോഡിയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് HW67 പ്ലസ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമ്മുടെ ബോക്സ് ഓപ്പൺ ആക്കുന്നു. നമ്മുടെ HW7 Maxൽ എങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണെങ്കിൽ അതുപോലത്തെ ഒരു സെയിം ബോക്സിൽ തന്നെയാണ് HW67 പ്ലസ്സിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കുന്നു. സെയിം ഒരു ഇൻ്റർഫേസ് തന്നെയാണ് നമുക്ക് ഈ ഒരു മോഡൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഒരു യൂസർ മാനുവലാണ് നമ്മൾ ഈ HW7 Maxൽ വന്ന അതേ സെയിം സെറ്റിങ്സും കാര്യങ്ങൾ വരുന്നത് കൊണ്ട് സെയിം ഒരു യൂസർ മാനുവൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതേ ഇൻ്റർഫേസിൽ തന്നെയാണ് വാച്ചും കാര്യങ്ങളൊക്കെ വെച്ചത്. സിലിക്കണിൻ്റെ സ്ട്രാപ്പ് വെച്ചുമ്പോൾ നമ്മൾ HW7 Maxൻ്റെ ഒരു അത്ര ക്വാളിറ്റി ഇല്ല. ക്വാളിറ്റി പറഞ്ഞാൽ നോർമൽ ക്വാളിറ്റി, അതാ ക്വാളിറ്റിയിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സെയിം ആയിട്ട് വരുന്ന സ്ട്രാപ്സ് തന്നെയാണ് ഈ രണ്ട് വാച്ചിലും വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ ഒരു ത്രൂ വയർലെസ് ചാർജറാണ്. ഇതും അതുപോലെ തന്നെ സിമ്പിളായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, നമ്മുടെ ഡിവൈസ് എടുക്കാം. ഇതാണ് നമ്മുടെ HW67 പ്ലസ് എന്ന ഡിവൈസ്. പ്ലാസ്റ്റിക് കവർ വന്നിട്ടുണ്ട്, ജസ്റ്റ് റിമൂവ് ചെയ്യുന്നു. HW7 Max ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്, അതുകൊണ്ടാണ് ഓൾറെഡി ഈ കവറൊന്നും ഇല്ലാത്തത്. ഞാൻ ജസ്റ്റ് ഈ പ്ലാസ്റ്റിക് കവറൊന്ന് റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ ഡിവൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് വാച്ചും നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് വാച്ചും സീരീസ് 7 തന്നെയാണ്. പിന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. എങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ് HW7 Maxൽ നമുക്ക് കാണാം. ഞാൻ ജസ്റ്റ് സ്ട്രാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
ഇതാണ് നമ്മുടെ ഡിവൈസസ്. നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. HW7 മാക്സിൽ വന്നിരിക്കുന്നത് എഡ്ജ് ടു എഡ്ജ് അഥവാ കർവൊക്കെ ഇറങ്ങിയ രീതിയിൽ വരുന്ന ഒരു എഡ്ജ് ടു എഡ്ജ് ഫുൾ സ്ക്രീനായിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓൺ ആക്കുമ്പോൾ കാണാൻ പറ്റും. ബട്ട് HW67 പ്ലസ്സിൽ അതുപോലത്തെ ഒരു സ്ക്രീനല്ല വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സൈഡ് ഭാഗം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും 2 വാച്ചും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു സ്ക്രോളിംഗ് ബട്ടൺ ഉണ്ട്, രണ്ടിലും സ്ക്രോളിംഗ് ഉണ്ട്. തൊട്ടടിയിൽ ഒരു മൈക്കിൻ്റെ ഗ്യാപ്പ്, അതുപോലെ എക്സ്ട്രാ ഒരു പവർ ബട്ടൺ. അപ്പോൾ ഇതിൻ്റെ സൈഡ് വന്നിരിക്കുന്നത് മെറ്റലാണെങ്കിലും ഒരു മിൻസുള്ള ഒരു രീതിയിലുള്ള ഗ്ലേസ്. അപ്പോൾ ഡിഫറെൻ്റ് ആയി ഇതുവരെ ഒരു വാച്ചിന് വരാത്തൊരു മോഡലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി വന്നിരിക്കുന്നത്. ബാക്ക് ഭാഗം നോക്കുകയാണെങ്കിൽ സെയിം തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വാച്ച് ഒന്ന് ഓപ്പൺ ആക്കി ഒന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ആ സൈഡിലുള്ള ബട്ടൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഓൺ ആകുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. നമ്മുടെ HW7 മാക്സിൽ ഹലോ പവേർഡ് ബൈ വെയർഫിറ്റ് പ്രോ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ബട്ട് HW67 പ്ലസ് ഓട്ടോമാറ്റിക്കലി ഓണായി അതിൻ്റെ വാച്ച് ഫേസാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ അത്രയും ഡിഫറൻസാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ കാണാൻ പറ്റുന്നത് ഓപ്പൺ ആക്കുമ്പോഴുള്ള. ഓക്കെ, ഇതാണ് നമ്മുടെ 2 വാച്ചസ്. അപ്പോൾ വാച്ച് ഫേസ് നമുക്ക് പരിചയപ്പെടുത്തുകയാണെങ്കിൽ HW67 പ്ലസ്സിൽ നമുക്ക് മെയിനായിട്ട് 5 വാച്ച് ഫേസാണ് വാച്ചിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ടോട്ടലി ഇത്രയും വാച്ച് ഫേസാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് കസ്റ്റം വാച്ച് ഫേസ് യൂസ് ചെയ്താണ് ഇത്രയും വാച്ച് ഫേസാണ് വന്നിരിക്കുന്നത് HW. പിന്നെ മുകളിൽ നാടേക്ക് സ്ലൈഡ് ചെയ്ത് നമുക്ക് BT കോളിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷന്, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നമുക്ക് ഡിമ്മിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും, കൂട്ടാൻ കുറക്കാനൊക്കെ പറ്റുന്നുണ്ട്. ഓക്കെ, നമുക്ക് പേയ്മെൻറ്റിൻ്റെ മറ്റൊരു ഓപ്ഷൻ കാണാൻ പറ്റും. പേയ്മെൻറ്റ് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഡയറക്റ്റ് നമുക്ക് സെറ്റിങ്സിലേക്ക് കയറാൻ പറ്റും. സെറ്റിങ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ജസ്റ്റ് പരിചയപ്പെടുത്താൻ തന്നെ നമുക്ക് ലോക്കാക്കി യൂസ് ചെയ്യാൻ പറ്റും. ഇതന്നെ പേയ്മെൻറ്റിൻ്റെ മറ്റൊരു ഓപ്ഷൻ. പിന്നെ ചാർജ് പേഴ്സൻറ്റേജും കാര്യങ്ങളൊക്കെ അടിയിൽ നിന്ന് മുകൾക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം തന്നെയാണ്. മെസ്സേജസാണ് വന്നിരിക്കുന്നത്. വലത് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വാച്ച് ഫേസ് ചേഞ്ച് ആകുന്നതാണ് കാണാൻ പറ്റുന്നത്. ഒരു ഭാഗത്ത് ഇടത് ഭാഗത്തുനിന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നമ്മൾ റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസാണ് വന്നത്. അതുപോലെ തന്നെ സ്ക്രോളിംഗ് ബട്ടണിൽ നമുക്ക് എന്ത് റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് ആ ഒരു ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും കൂടെ ഈ ഒരു മോഡൽ അവൈലബിൾ ആണ്. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ HW67 പ്ലസ്സിൽ മെയിൻ ഇൻ്റർഫേസ്. നമുക്ക് HW7 മാക്സ് നമുക്ക് കാണാൻ പറ്റിയ എഡ്ജ് ടു എഡ്ജാണ്, പക്ക എഡ്ജ് ടു എഡ്ജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വലത് ഭാഗത്തുനിന്ന് ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഡാറ്റകളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഫീച്ചേഴ്സ് നമ്മൾ പ്ലസ്സിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. then നമുക്ക് ഇടത് ഭാഗത്ത് സ്ലൈഡ് ചെയ്യുന്ന റീസെൻ്റ്ലി യൂസ് ചെയ്ത ആപ്ലിക്കേഷൻസ് തന്നെയാണ് സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. മുകളിൽ അടിക്ക് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മൾ റൈസ്റ്റ് ഒരുപാട് ഫീച്ചേഴ്സ് ആ ഒരു മെയിൻ കൺട്രോൾ സെൻറ്ററിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. ഇഷ്ടംപോലെ ഫീച്ചേഴ്സും സെറ്റിങ്സും കാര്യങ്ങളും അവ ഇത്രയും സൈഡിലേക്ക് നീക്കാൻ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ഫീച്ചേഴ്സ് വന്ന ഒരു മോഡലും കൂടിയാണ് HW7 മാക്സ്. ഓക്കെ, നമുക്ക് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ NFC വന്നിട്ടുണ്ട്, അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടൈമും കാര്യങ്ങളും വാച്ചിൽ അറിയാൻ പറ്റും. പിന്നെ പെർസെൻറ്റേജ് എത്രയാണെന്നുള്ള ഷോർട്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷന്. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് അടിയിൽ നിന്ന് മുകളിലേക്ക് സ്ലൈഡ് കഴിഞ്ഞാൽ നേരെ നമുക്ക് മെനു സ്റ്റൈൽസിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ രണ്ടിനെയും മെയിനായിട്ട് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. ഇനി ഈ വാച്ചിന് നമ്മൾ ടോട്ടലി സ്മൂത്ത്, ക്വാളിറ്റി, ക്ലാരിറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും HW7 മാക്സ് ആണ് ഒന്നുകൂടെ മുൻപന്തിയിലായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. പക്ക സ്മൂത്താണ് HW7 മാക്സ്. എങ്കിലും ഒരിക്കലും ബെറ്റർ അല്ല എന്നല്ല, HW67 പ്ലസ് അപേക്ഷിച്ച് നമുക്ക് HW7 മാക്സ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ സ്മൂത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ച് നമുക്ക് എടുത്ത് കാണിക്കുന്നത്. അതായത് ഫുൾ സ്ക്രീനായിട്ട് സെയിം ആപ്പിൾ വാച്ചിൽ വരുന്ന പോലെ. ബട്ട് നമുക്ക് HW67 പ്ലസിൽ അത്രയും എഡ്ജ് നമുക്ക് ഒരിക്കലും വരുന്നില്ല. HW7 മാക്സിലാണ് നമുക്ക് അത്രയും ഫേസസ് നമുക്ക് അത്രയും നമുക്ക് മെനു സ്റ്റൈൽസ് നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ മെയിനായിട്ട് വാച്ച് ഫേസ് നമുക്ക് വന്നിരിക്കുന്നത് HW7 മാക്സിൽ നമുക്ക് 4 വാച്ച് ഫേസ് അവൈലബിൾ ആണ്. ബട്ട് HW67 പ്ലസ്സിൽ നമുക്ക് ആകെ നമുക്ക് 3 മെനു സ്റ്റൈൽസ് മാത്രം നമുക്ക് അവൈലബിൾ. എങ്കിലും HW67 പ്ലസ്സിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന മെനു സ്റ്റൈൽസ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് മറ്റൊരു മെനു സ്റ്റൈൽസ്. ഇനി നമുക്ക് ജസ്റ്റ് HW7 മാക്സിൽ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, 67 പ്ലസ്സിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്ര നമ്മൾ 4 മെനു സ്റ്റൈൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പരിചയപ്പെടുത്ത പോലെ ഇതിൻ്റെ ആ ഒരു മെയിൻ പ്രത്യേകത ഇതിൻ്റെ ഒരു എഡ്ജ് തന്നെയാണ്.
മെയിനായിട്ട് പറയാനുള്ളത്. നമുക്ക് പക്കായിട്ട് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് മനസ്സിലാവുന്നില്ല. അത് അത്രയ്ക്കും എഡ്ജ് ഇറങ്ങിയൊരു മോഡലാണ് HW7 Max എന്ന് പറയുന്നത്. സിമ്പിൾ പ്രൈസിൽ ഒരു നല്ലൊരു മോഡൽ തന്നെയാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആ ഒരു ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. രണ്ടും നല്ലൊരു ക്വാളിറ്റി വരുന്ന മോഡൽസ് തന്നെയാണ്. HW7 Maxനെ അപേക്ഷിച്ച് HW67 Plusന് വില കുറവാണ്. ബട്ട് ഫീച്ചേഴ്സിൻ്റെ ചെറിയൊരു കുറവ് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. വാച്ചിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. HW7 Max വെർഷൻ 1.15 കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് HW67 Plusലൊന്ന് പരിചയപ്പെടുത്തരാം. ഓക്കെ, നമുക്ക് അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും HW67 Plus. ഓക്കെ, അപ്പോൾ ഫീച്ചർ അപ്പോൾ രണ്ടും മോഡൽസ് നമ്മൾ വാച്ചിൻ്റെ അബൌട്ടിൽ പോയി കഴിഞ്ഞാൽ മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൽ വരുന്ന ചെറിയൊരു ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുമ്പോഴുള്ള മോണിറ്ററും സെൻസറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടുള്ളത്. ഇതുപോലത്തെ ഒരു മോണിറ്ററാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് HW7 Maxൽ വരുന്ന സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടുത്തണം. ഓക്കെ, ഓടിച്ചിട്ട് പരിചയപ്പെടുത്തണം. ഓക്കെ, ഫസ്റ്റ് ടൈം നമുക്ക് കാണാൻ പറ്റും അതിൽ സ്ക്രോളിങ്ങിനാണ് റൈസ് ടു വേക്കപ്പ്. അപ്പോൾ നമ്മൾ റൈസ് ടു വേക്കപ്പ് സെൻസറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് വരുന്ന റൈസ് ടു വേക്കപ്പാണ്. അതുപോലെ തന്നെ സ്ക്രീൻ ഓഫ് ഡയൽ വന്നിട്ടുണ്ട്. സ്ക്രീൻ ഓഫ് ഡയൽ ഒരു പുതിയൊരു ഫീച്ചറാണ്. സ്ക്രീൻ ഓഫ് ഡയൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതുവരെ ഒരു വാച്ചിന് വരാത്തൊരു ഫീച്ചറൊക്കെയാണ് HW7 Maxൽ വന്നിരിക്കുന്നത്. കാണാൻ പറ്റും. വാച്ച് നമ്മൾ ഓഫായി കഴിഞ്ഞാലും വാച്ചിൻ്റെ സ്ക്രീനിൽ എന്തുണ്ടാവും, വാച്ചിൻ്റെ ആ ഒരു ഡയൽ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ചാർജും കാര്യങ്ങളൊക്കെ ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ വാച്ചിൽ തന്നെ അറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ നമ്മൾ 67 Plusൽ നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, മറ്റൊരു ഫീച്ചറാണ് നമുക്ക് ബാറ്ററി സേവിങ്ങിൻ്റെ ഈ ഒരു മോഡ്. ബാറ്ററി സേവിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടാനോ ആ ഒരു ഓപ്ഷൻ നമ്മളെ സഹായിക്കുന്നതാണ്. ജസ്റ്റ് സെറ്റിങ്സിലേക്ക് തന്നെ പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫീച്ചർ നമുക്ക് മറ്റുള്ള വാച്ചിലൊന്നും വരുന്നില്ല. ഫസ്റ്റ് ടൈം ഈ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്, ചാർജിങ് ഡയൽ വരുന്നുണ്ട്, ടൈം സെറ്റിങ്സ്, ഡിമ്മിങ് വരുന്നുണ്ട്, സൗണ്ട് വരുന്നുണ്ട്, പിന്നെ പവർ സേവിങ് മോഡ് ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്തിയ ഒന്നാണ്. ഓക്കെ, ഇത് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് കണക്റ്റിങ്, BT, അതുപോലെ തന്നെ ഷട്ട് ഡൗൺ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു മോഡൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരുപാട് ലാംഗ്വേജ് നമുക്ക് വാച്ചിൽ അവൈലബിൾ ആണ്. നമുക്ക് സെറ്റിങ്സിന് ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫേസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് HW67 Plusൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത്രയും സെറ്റിങ്സ് വരുന്നില്ല. HW7 Maxനെ അപേക്ഷിച്ച് അത്രയും സെറ്റിങ്സ് ഇതിൽ വരുന്നില്ലെങ്കിലും കുറഞ്ഞ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ഡിമ്മിങ്ങിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. സ്ക്രീൻ ഓഫ്, റൈസ് ടു വേക്കപ്പ്, സ്റ്റെബിൾ, സൗണ്ട്, പിന്നെ കണക്റ്റിംഗ് സെറ്റിങ്സ്, അബൌട്ട് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ഇത്രയും സെറ്റിങ്സാണ് നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, ടോട്ടലി HW7 Maxൽ നമ്മളെ കാര്യങ്ങളൊക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടലി നമുക്ക് ഈ രണ്ട് വാച്ച് ഡിഫറെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി വരുന്നത് HW7 Max തന്നെയാണ്. HW67 Plus ഒരിക്കലും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു രണ്ട് വാച്ചുകളുടെയും ഫുൾ റിവ്യൂ നമ്മളിതിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ബൈ ലിങ്ക് വെച്ചിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ലിങ്കാണ്. ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള മോഡൽസാണ് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളതുകൊണ്ട് ആ ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ്. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ നമ്മൾ ഫ്രീ ഡെലിവറിയും കൂടിയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള ലിങ്കുമായി ബന്ധപ്പെട്ട് പ്രൊഡക്റ്റ് വാങ്ങുന്നത് വളരെ സിമ്പിൾ പ്രൈസിൽ വരുന്ന വാച്ചാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.